ഹലോ ഗേസ്, അത് ഷൂട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. അപ്പോൾ അതേ വൈകിട്ട് ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഇന്ന് ഇത്താത്ത നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നോമ്പ് പിടിച്ചതിൻ്റെ തണ്ണിമത്തനും മറ്റേ പരിപ്പ് പൊരിച്ചും ചക്ക പൊരിച്ചൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മച്ചി. അപ്പോൾ ഉമ്മച്ചി ഭയങ്കര ബിസി ആട്ടോ. അപ്പോൾ നമ്മളൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഇതേ മുരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് ചക്കയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ മുരിഞ്ഞുമുരാന്നിരിക്കുക കേട്ടോ. അതേ പരിപ്പൊക്കെ പരിപ്പൊക്കെ അതേ മാവിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ മാവിലൊക്കെ കളിക്കുക വെച്ചേക്കുക. അപ്പോഴേക്കും വാപ്പിച്ചും ഉമ്മച്ചിയും പുറത്തു പോയി ഒക്കെ പായസവും ഒക്കെ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന പായസമാണത്. ഇതേ പായസം കാണിക്കാം കേട്ടോ. ഇതേ ചക്ക ദേ നമ്മുടെ സുന്ദരി കുട്ടിയായിട്ട് ഇതേ അവിടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ചക്ക നല്ല പഴുത്ത ചക്ക കേട്ടോ. ഞാൻ കുറച്ചൊക്കെ തിന്നു, ബാക്കി പൊരിക്കാനുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇതേ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കുറേ ഉണ്ട്, അതുകൊണ്ട് ഇതേ പൊരിച്ചുകൊണ്ടിരിക്കുക. പരിപ്പും പൊരിച്ചിട്ടോ, ഇച്ചിരി കൂടി അതും പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പം അത് അതിൻ്റെ ഇടയ്ക്ക് നല്ല വൈവോടെ പാടത്ത് കുറേ പിള്ളേർ കളിക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വാപ്പി പണിയിലാട്ടോ. അലുക്കല്ല് ഉണ്ടായില്ല, അലുക്കല് ഇതേ പണിതുകൊണ്ടിരിക്കുകയാണ് വാപ്പി പകുതി വരെ ആയിട്ടോ. അപ്പോൾ അതേ പിള്ളേർക്ക് കളിച്ചുകൊണ്ടിരിക്കുക, നല്ല വൈബല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്നെന്താ സ്പെഷ്യൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വാപ്പിയും ബിസി ആട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ പിള്ളേർ കുറേ പേര് കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാട്ടോ. അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്, നല്ല കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് ചക്ക വീണ്ടും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ തിന്നാൻ കൊതിയായിട്ടും വയ്യ, എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. രണ്ടു ചക്ക മാവിലിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. അതേ ഉമ്മച്ചി ഇതേ മാവിലുള്ള തീർന്നൊക്കെ മാവൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പം എനിക്ക് തിന്നാനുള്ള ഇതൊക്കെ ഉണ്ട്. തിന്നെ എങ്ങനെയാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇതേ അങ്ങനെ ചക്ക ദേ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉമ്മച്ചി പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴാണ് കഴിയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതേ പകുതിയൊക്കെ പൊരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതും ഭയങ്കര ചൂടാണ് കേട്ടോ. അത് എണ്ണ പോകാൻ വേണ്ടി അവിടെ വെച്ചേക്കാണ്. അപ്പോൾ അതേ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേ പരിപ്പുണ്ട്, ചക്കയുണ്ട്, തണ്ണിമത്തൻ ജ്യൂസ് അവിടെ ഉണ്ടാക്കി ഓൾറെഡി മറ്റേ ഇതാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് നിങ്ങളുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, എല്ലാവർക്കും ബിസിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ പരിപ്പൊക്കെ അതേ പൊരിച്ച് കിട്ടുന്നുണ്ടോ. ഉമ്മച്ചി കുറേ കുക്കിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. അതിൻ്റെ വീഡിയോ കുറച്ചായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതേ ഉമ്മച്ചി കുക്കിംഗ് മാസ്റ്റർ കേട്ടോ, എല്ലാം ചെയ്യും കേട്ടോ. ഈന്തപ്പഴം പൊരിക്കാൻ എല്ലാ ചിലമാർക്കൊക്കെ അറിയാം കേട്ടോ. ഇതിനൊക്കെ പൊരിക്കാൻ ഇതേ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും ബിസിയിലായിരിക്കും, രാത്രി വരെ പണിയിലായിരിക്കും. പത്തിരി, ഇറച്ചി, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ടാവും, സമൂസ അങ്ങനെ. അപ്പം ഉമ്മച്ചി പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്നെ മൈൻഡേ ചെയ്യുന്നില്ല, ഞാൻ അവിടെ നോക്കിയിരിക്കുക. അപ്പോൾ ചക്ക ഇടുന്നുകൊണ്ട് മാവിലിട്ട് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾക്കൊരു സൂത്രം കാട്ടി. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മുത്ത് പൂച്ച. അപ്പം അത് ഞാൻ ഇവിടെ നല്ല വായ്പോടെ ഇരിക്കുന്നുണ്ട്. വാപ്പിൻ്റെ മുത്തിനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പൂച്ച വന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചു. ഞങ്ങളുടെ മുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കിളിനെ ചെറുതായിട്ട് പേടിപ്പിച്ച് അതിനെ പേടിച്ചു പോയി. അങ്ങനെ വാപ്പിയും ഉമ്മയും പേടിച്ചു കേട്ടോ. വാപ്പിയുടെ ഉമ്മയുടെ ദേഹത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്ത് രസമാണെന്നറിയോ, അത് നമ്മൾ ഉമ്മ വയ്ക്കും, എന്നാ ഉമ്മച്ചി വിളിച്ച് ഓടി വരും. അത് അത്രയ്ക്ക് സ്നേഹമാണ് മുത്ത്. അപ്പോൾ ഞാൻ എവിടെയും എടുത്തില്ല കേട്ടോ. വീട്ടിലാണ് എപ്പോഴും മെയിൻ കളിക്കുന്നത്. അപ്പോൾ അതേ ഉമ്മച്ചി ഉമ്മയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വാപ്പി ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. അതേ വാപ്പി ഉമ്മയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. വാപ്പിക്കും ഉമ്മയ്ക്കും ശരിക്കും പേടിയായിട്ട് കണ്ടപ്പോൾ അപ്പോൾ കിളീനെ വാപ്പിച്ച് സമാധാനിപ്പിച്ച് തലോടിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വാപ്പി പണി കഴിഞ്ഞിട്ടാട്ടോ ഇതൊക്കെ കളിപ്പിക്കുന്ന കിളീനെ. അപ്പം അതേ അപ്പം പൂച്ച ഓടിപ്പോയിട്ടോ. അപ്പം അതേ മറ്റേ ബാങ്ങൊക്കെ പിടിച്ചു. അങ്ങനെ തണ്ണിമത്തൻ ജ്യൂസൊക്കെ കഴിച്ച് ഞാൻ ദുവൊക്കെ ചെയ്ത് യാസീനൊക്കെ ഓതി ഇരിക്കുകയാണ്. അപ്പോൾ ഇത്താത്ത വന്നിട്ട് വേണം എനിക്ക് മെഹന്തി ഇടാൻ. അപ്പം ഇത്താത്തയുടെ റൂമിലാട്ടോ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം അതേ ഞാൻ ഇടാൻ തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ മെഹന്തിയുടെ മറ്റേ ആ മൈലാഞ്ചിയൊക്കെ എടുത്ത് ഡിസൈനൊക്കെ നോക്കി വെക്കണം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലല്ലേ ഒരു വൈബൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇടുന്നുണ്ടാവില്ലേ, അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എവിടെ നിന്ന് കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതേ ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ മെഹന്തി ഇടാൻ വേണ്ടി കൊതിയോടെ ഇരിക്കാട്ടോ. ഇതേ മുത്ത അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മുത്ത് പേടിച്ചു പോയിട്ടുണ്ടാവും, അതും പേടിച്ചിട്ടുണ്ടാവും കേട്ടോ. വാപ്പി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് പാലെടുക്കാൻ വേണ്ടിയിട്ട് പാലത് കുടിക്കുന്നേ ഇല്ല. മുമ്പൊക്കെ കുടിക്കാറുണ്ട്, ഇപ്പോൾ കുടിക്കുന്നില്ല, പേടിച്ചിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ അതേ മുത്തതേ രണ്ട് മുത്തുണ്ട് കേട്ടോ. ഒരു മുത്തിനെ കൂട്ടിലിട്ടിട്ടുണ്ട്. കുറേ കിളി ആയതുകൊണ്ടാണ് അവിടെ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ വീടിനെ അത് പറന്ന് കളിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേ കൂട്ടിലിട്ടേക്കാണ്. പൂച്ച ഉള്ളതുകൊണ്ട് കൂട്ടിലേക്ക് ഇട്ടു. എന്നിട്ട് പൂച്ച കുടിക്കുന്നേ ഇല്ല. അങ്ങനെ ദേ മെഹന്തി ഇട്ട് പായസം കുടിച്ച് മെഹന്തി ഇട്ട് തുടക്കം ഇട്ടു. അങ്ങനെ ഞാൻ വന്നു കേട്ടോ. ഇതാടപ്പം ഞാൻ കണ്ടില്ല വീഡിയോ എടുക്കണം. രണ്ട് മെഹന്തി പകുതി വരെയായി. ഞാൻ അടിയിൽ ഈദുമുബാറക്ക് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി പകുതി വരെ എത്തി കഴിഞ്ഞു കേട്ടോ. ഇച്ചിരി കൂടി ഇടാണെന്ന് തോന്നുന്നു. ഇട്ടു കഴിഞ്ഞു. ഞാൻ കുറച്ച് ഷോയൊക്കെ ഇറക്കുന്നുണ്ട്. ഞാൻ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഹെഡ്ഫോണിൽ. അങ്ങനെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു കേട്ടോ. രാവിലെ ഈദൊക്കെ ആയതുകൊണ്ട് ഞാൻ എണീപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമായിരുന്നു. അപ്പോൾ എണീപ്പിക്കുക കേട്ടോ. ഞാൻ നല്ല ഉറക്കപ്പിച്ചായിരുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവില്ലേ, ഉറക്കൊക്കെ പിടിച്ച് എന്തൊക്കെയോ ഉണ്ടാവില്ലേ.
അപ്പോൾ അതേ ഞാൻ ഉറക്കുന്ന എണീച്ചിങ്ങനെ കുറച്ച് നേരം ഇരിക്കും, എല്ലാവരും ഇരിക്കുമല്ലോ. പിന്നെ ഇരുന്ന് ഉറക്കം പോകാൻ വേണ്ടി ഇതേ പല്ലേക്കാൻ പോവാ കേട്ടോ. ഞാൻ പല്ലൊക്കെ തേച്ച് ഇതേ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് പോവാണ്. ഞങ്ങളുടെ ബാക്ക് വസ്റ്റ് കുറച്ച് നേരത്തെ കാണിച്ച സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അവിടെയാണ് ഞാൻ പല്ല് വയ്ക്കുന്നത്. അതിന് ഉമ്മച്ചിക്ക് ഇതേ വീണ്ടും പണിയാട്ടോ. അവിടെ ഫുഡ് ഉണ്ടാക്കാനും അലക്കാനൊക്കെ ഇഷ്ടംപോലെ പണിയുണ്ട്. ഇപ്പോഴും ഉമ്മച്ചിക്ക് പണി തീർന്നിട്ടില്ല. എല്ലാവർക്കും ബിസി ആയിരിക്കൂലേ. എല്ലാവർക്കും വീണ്ടും ഈദ് ആശംസകൾ നേരുന്നു. എല്ലാവരും പോയി അടിച്ചു പൊളിക്കാട്ടോ. അങ്ങനെ ഇതേ ഈദ് എത്തി, ഇനി ഈദ് കഴിയാനും പോവാല്ലേ. അപ്പം എല്ലാവർക്കും വീണ്ടും ഈദ് ആശംസകൾ. അങ്ങനെ ഞാൻ പല്ല് തേച്ച് തുടങ്ങാട്ടോ. ഞാൻ പല്ലൊക്കെ തേച്ച് ഇങ്ങനെ എന്താ പറയുക, എനിക്ക് വീട് ഉറക്കപ്പിച്ച പോയില്ല, ആർക്കായി ഉറക്കപ്പിച്ച പോയില്ല. അങ്ങനെ ഇത്താതെ മുഖം കഴുകാൻ പറയുന്ന കേട്ടോ. ഉറക്കപ്പിച്ചയിൽ അതേ മുഖമൊക്കെ കഴുകി എന്ത് രസമല്ലേ എന്നെ കാണാൻ. എല്ലാവരുടെയും മുഖം ഇങ്ങനെ ആയിരിക്കൂലേ. അങ്ങനെ ഞങ്ങളെ പൂച്ചേനെ കാത്തിരിക്കാറുണ്ട് കേട്ടോ. പൂച്ച വന്നില്ല, എന്ത് ചെയ്യാനാ. പൂച്ച എവിടെയാണ് കിടക്കുന്നത്, പൂച്ചയുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കേട്ടോ. കുഞ്ഞുങ്ങൾ അതിനെ പ്രസവിച്ച വീട്ടിലുണ്ട്. അപ്പോൾ ആ വീട്ടിലാണുള്ളത്, പക്ഷെ വിളിച്ചിട്ട് വന്നില്ല. അപ്പം അതേ രാവിലത്തെ വൈബാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമല്ലേ. പൂവൊക്കെ വിടർന്നു, അതൊക്കെ വാടി ചിലത് പോയി, പിന്നെ ഇതിലൊക്കെ പോയിട്ടോ. ഇതാണ് ഞങ്ങളുടെ റോഡ്. ഇതാ ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇടാനുള്ള തിരക്കിലാണ് ഞാൻ ഇപ്പോഴും. അങ്ങനെ സോയാബീൻ പിന്നെ നെയ് പത്തിരി, അത് നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല, പക്ഷെ നെയ് പത്തിരി എന്നാണ് പറയാറ്. പത്തിരിയാണ്, പത്തിരി എല്ലാവർക്കും അറിയായിരിക്കില്ലേ. അപ്പോൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ച് വന്നു. കണ്ടു എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അങ്ങനെ വീണ്ടും വൈബോടെ എത്തിയിരിക്കുകയാണ്. വാപ്പി പള്ളിയിൽ നിന്ന് വന്നു. പള്ളിയിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പം എല്ലാവരും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടാവൂലേ. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പാട്ടൊക്കെ ആസ്വദിക്കാം കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ. ഇപ്പം നിങ്ങൾ എല്ലാവരും അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.